നമസ്കാരം. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കണം എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അല്ലെ. കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് പറയാറുണ്ട്. ഇത് റെസ്റ്റോറന്റ് ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഉപഭോക്താക്കളുടെ ഫ്ലോ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഉപഭോക്താവിൽ നിന്ന് ആവറേജ് വരുമാനം എത്ര നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. അതേപോലെ തന്നെ ഓരോ ഉപഭോക്താവും നിങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് എത്ര രൂപ നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ലാഭം നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഇങ്ങനെ കണക്കുകളെ കഥ പറയുന്നതായിരിക്കണം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫിനാൻഷ്യലി നിങ്ങൾ എന്ത് ചെയ്യും, സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോ മാസവും ഉണ്ടാവേണ്ട ബിസിനസ്സിൽ ഉണ്ടാവേണ്ട ഗ്രോത്തുകൾക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമർ അക്വിസിഷൻ നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങളുടെ മെനുവിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങളുടെ ബിസിനസ്സിൽ സംഭവിക്കുന്ന കസ്റ്റമറുടെ ഫ്ലോ കുറയുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കസ്റ്റമർ ഫ്ലോ കുറയുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണക്കുകളെ നിങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ നിങ്ങളെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള കണക്കുകളൊന്നും നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സംഭവിക്കുന്നത് എന്താണ്, ബിസിനസ്സിലെ കസ്റ്റമറെ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. അപ്പൊ കസ്റ്റമറുടെ കുറവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ കുറവ് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അതിനെന്ത് ചെയ്യണം, നിങ്ങളുടെ കണക്കുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വിലയിരുത്തിക്കൊണ്ടിരിക്കണം. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു കസ്റ്റമർ ഫ്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ കൂടുതലായി കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇത് കുറഞ്ഞു വരുന്നു, എവിടെയാണ് എനിക്ക് പ്രോബ്ലം ഉള്ളത്, അതിന്റെ റൂട്ട് കോസുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും ഇത്തരം കണക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അതേപോലെ നിങ്ങളുടെ ഓരോ വിൽപ്പന നടത്തുമ്പോഴും നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാഭം എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് കഴിയണം. കാരണം ഫുഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, ഓവർ ഹെഡ് എക്സ്പെൻസുകൾ എത്ര വരുന്നുണ്ട്, നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്, ഈ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. അപ്പൊ അതുകൊണ്ടാണ് കണക്കുകളെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയണം എന്ന് പറയാറുള്ളത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന സ്റ്റെക്കുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. തടസ്സങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാം മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് നിങ്ങളുടെ ബിസിനസ്സിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉടമ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബിസിനസ്സിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഡാറ്റ ഡ്രിവൺ ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. താങ്ക് യു.